സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരുതരം മുളകാണ്. അപ്പോൾ ഇത് പൊബ്ലാനോ പെപ്പർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പുറത്തൊക്കെ മുളകിന് പെപ്പർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൊബ്ലാനോ പെപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ പൊബ്ലാനോ മുളക്. അപ്പോൾ ഇത് മെക്സിക്കോയിൽ പുബ്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അതിൻ്റെ ഒറിജിൻ. അതുകൊണ്ടാണ് ഇതിനെ പൊബ്ലാനോ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പൊബ്ലാനോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പൊബ്ലാനോ മുളക് അല്ലെങ്കിൽ പൊബ്ലാനോ പെപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ വേർഷനാണ് അഞ്ചോ പെപ്പർ എന്ന് പറഞ്ഞിട്ട് പറയണത്. അപ്പോൾ ഇത് ഈ മെക്സിക്കൻ സ്റ്റോറിൽ, ഹിസ്പാനിക് സ്റ്റോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ പുറത്തൊക്കെ വിദേശത്ത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെക്സിക്കോയിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലായിടത്തും പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് എരിവ് കുറവാണ്, ചെറിയ സ്പൈസ് ഉള്ളു, ക്യാപ്സിക്കം പോലെ തന്നെയാണ്. പിന്നെ ഇത് സ്റ്റഫ് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇത് ചീസും നോൺ വെജും കൂടി വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് ആണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് മെക്സിക്കൻ കുക്കിങ്ങിൽ ചീസ് എന്താണ്, ചില്ലി റിലന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പിന്നെ ഫ്രീസറിൽ 3 ദിവസം കൂടി സൂക്ഷിക്കാം. പിന്നെ ഇത് സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ പബ്ബണ്ടിൽ അധികം സ്റ്റഡീസൊന്നും കണ്ടില്ല. ഒരു മ്യൂട്ടാജനിക് ആക്ടിവിറ്റിയുടെ ഒരു സ്റ്റഡി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഒരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ്സ് ഒക്കെ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ Amazon.in ഉണ്ട്. പക്ഷേ ഇന്നിൽ സീഡിന് കുറച്ച് റിവ്യൂ മോശമാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എറ്റ്സിയുടെ ഇന്ത്യ സൈറ്റ് ഉണ്ട്. അതിൽ റീസണബിൾ പ്രൈസിൽ വിൽക്കുന്നുണ്ട്. അധികം പൈസ ഒന്നും ഇല്ല, ഒരു 200 രൂപ താഴെ സീഡ്സൊക്കെ കണ്ടവനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് Amazon.com ഇന്ന് തേർഡ് പാർട്ടി വഴിയും മേടിക്കാം, അങ്ങനെയും മേടിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിലും ഈ മുളക് വരേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്യൂസിനിൽ നല്ല സ്ഥാനമുള്ളൊരു മുളകാണ് ഈ പൊബ്ലാനോ പെപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ നാട്ടിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇത് നമ്മുടെ പൊബ്ലാനോ മുളക് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു സോസ് അല്ലെങ്കിൽ ഒരു ചട്നി അല്ലെങ്കിൽ സോസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ ചൂടത്ത് വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഹീറ്ററിലോട്ട് ഒന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മുളക് നമ്മൾ ഹീറ്ററിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് ഇതേപോലെ ഇരിക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കണം, അത് കാണിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇത് നമ്മുടെ പൊബ്ലാനോ മുളക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ സ്ലൈസസ് ആയിട്ട് എടുക്കണം ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാം നമ്മുടെ ബജ്ജി മുളക് പോലെ തന്നെയാണ് തോന്നുന്നത്. ഒന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ഈ മുളക് കട്ട് ചെയ്ത് പൊബ്ലാനോ മുളക് അപ്പോൾ കട്ട് ചെയ്ത് ചെറിയ പീസ് ഇതേപോലെ ആക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തനി ബജ്ജി മുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇനി ഇത് സോസ് അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് മാഷ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത പൊബ്ലാനോ മുളക് ചെറിയൊരു ബൗളിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അളവ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഇത്രയും തന്നെ ഈ എടുത്തിങ്ങനെ മുളകിൻ്റെ അളവ് ഈ ബൗൾ തന്നെ ഇത്രയും ഒരു ഈക്വലൻ്റ് ആയിട്ട് കേർഡ് അല്ലെങ്കിൽ ക്രീം നമ്മൾ എടുക്കണം. പിന്നെ ഇതായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ സംഭവം എടുത്തിട്ട് നമ്മളിപ്പോൾ തൽക്കാലം മിക്സിയിലേക്ക് ഇടുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഗ്രീക്ക് യോഗട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത്, അതിൻ്റെ അത് ഫ്രോസണായിട്ടിരിക്കണതാണ്. അപ്പോൾ അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ബൗളിൽ. പിന്നെ നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളി വേണം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇതിൻ്റെ ഹാഫ് നാരങ്ങ പിഴിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ നമ്മുടെ പൊബ്ലാനോ മുളകിൻ്റെ ക്രീം സോസ് ഉണ്ടായി കഴിഞ്ഞ്
അപ്പം നല്ല അസാധ്യ ടേസ്റ്റാണ്. ഇതിപ്പോൾ നോൺ വെജിൻ്റെ കൂടെ, ബിരിയാണിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതേപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഹിമാലയൻ പിങ്ക് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഇതും കൂടി പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഒരു പൊബ്ലാന മുളക്, അതിൻ്റെ ഈക്വലൻ ക്വാണ്ടിറ്റി കേട് അല്ലെങ്കിൽ ക്രീം, അല്ലെങ്കിൽ ഞാനിട്ടത് ഗ്രീക്ക് യോഗട്ടാണ്, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ മല്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഈ പൊബ്ലാന മുളക് ബജ്ജി മുളക് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മെക്സിക്കോയിലാണ് കൂടുതലുള്ളത്, പക്ഷേ ഇത് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ആമസോൺ ഇന്ത്യയിലുണ്ട് ഇതിൻ്റെ സീഡ്സ്, പക്ഷേ അതിൻ്റെ റിവ്യൂ മോശമാണ്. പക്ഷേ HC ഇന്ത്യ എന്ന് പറഞ്ഞ സൈറ്റിൽ റീസണബിൾ പ്രൈസിൽ കണ്ടായിരുന്നു എൻ്റെ സീഡ്സ്. പിന്നെ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ Amazon.com അല്ല US ആമസോണിൽ നിന്ന് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ തേർഡ് പാർട്ടി സൈറ്റ്സ് വഴിയൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം, അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് നോക്കി അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ യുബൈ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സൈറ്റ് ഉണ്ട്, അങ്ങനെ മേടിക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലും അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട ഒരു മുളകാണ് എന്ന് പറഞ്ഞാൽ, കണ്ടിട്ട് ബജ്ജി മുളക് പോലെ ഇരിക്കുമെങ്കിലും ടേസ്റ്റ് ഏതാണ്ടൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ ബജ്ജി മുളകിനേക്കാളും കടത്തി വിടുന്ന ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് പൊബ്ലാനോ പെപ്പർ.